ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുഗുനെയും കൊണ്ടൊരു ചെറിയ കാട് കാണിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമ്മുടെ വീടിനടുത്തുള്ളൊരു ചെറിയ പറമ്പാണിത്. അപ്പം അവളുടെ അച്ഛൻ്റെ ചെറിയൊരു തറവാടൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഈ കാട് മുഴുവൻ നമ്മുടെ കുഞ്ഞു ഗുഗുനെ ഒന്ന് കാണിക്കാൻ പോവാണ്. ഓക്കെ, വഴിയൊക്കെ കണ്ട ശരിക്കും കാടിന്റെ കൂട്ട് തന്നെ ഉണ്ട് അല്ലേ? ഇത് ആക്ച്വലി ഒരുപാട് വെറൈറ്റീസ് ഓഫ് മരങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കുറച്ചൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്, കുറച്ചൊക്കെ സാധാരണയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുകളിലത്തെ വ്യൂ ഒക്കെ കണ്ടോ? ഇവിടെ ഈ നല്ല വേനലിലൊക്കെ വന്ന് നിൽക്കുവാണ്, ഭയങ്കര ആശ്വാസമാണ്. ഇങ്ങനത്തെ പ്ലേസസ് ഒക്കെ ആക്ച്വലി നമുക്ക് കണ്ടു കിട്ടാനൊക്കെ ഇന്നത്തെ കാലത്ത് ഭയങ്കര വിഷമമുള്ള സംഗതിയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും കുറച്ച് റിലീഫ് ആയിരിക്കും ഈ പച്ചപ്പൊക്കെ കാണുന്നത്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. നമ്മളൊരു പഴയ വീടിൻ്റെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. ഈ വീട് ഇപ്പോൾ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു വീടാണ്. ആക്ച്വലി ഇത് ഗുഗുവിൻ്റെ അച്ഛൻ്റെ ഒക്കെ പഴയ തറവാടാണ്. ഇത് വീടിൻ്റെ വ്യൂ പ്രിക്കോഷനൊക്കെ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് നമ്മൾ ചെറിയൊരു ബാറ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൊതുക് ബാറ്റിനായിട്ടുള്ള സർവൈവ് ചെയ്യാൻ പറ്റില്ല. അത് ചില ചെറിയ വന്യജീവിയായ കൊതുക് ഇവിടെ ഉള്ളത് കൊണ്ട് ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് സേഫാക്കാൻ ബാറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ ഒരു സർപ്പത്താമാരിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്പോട്ടിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് അവളെയും കൂടെ അവിടെ നിന്ന് കൊണ്ടുപോയി തരാം. സർപ്പത്തറയൊക്കെ പണിത് ഇങ്ങനെ സിമെന്റ് ഒക്കെ ഇട്ടിട്ടാണ് സർപ്പങ്ങളൊക്കെ വെക്കുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിൽ കെട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഈ ഇതിനെന്താ പറയണേ, ആക്ച്വലി വെട്ടുകല്ലോ, വെട്ടുകല്ല് വെച്ചാണ് ഇത് പണ്ട് ഇരുന്ന പോലെ. ഇവിടെ തറയൊന്നും അങ്ങനെ സിമെന്റിന്റെ കെട്ടിയൊന്നും അങ്ങനെ ഇരുത്തിയിട്ടില്ല എല്ലാം. അതുപോലെ തന്നെ ഒരുപാട് ചെടികൾ വെച്ചും പിടിപ്പിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ ഇരുന്നൊന്നും വെട്ടി കളഞ്ഞിട്ടുമില്ല. ആക്ച്വലി അവർക്ക് ആ ഒരു കുളിർമ തന്നെ കിട്ടിയിട്ടുണ്ട് ഇരിക്കുകയാണെങ്കിൽ. ഹലോ, പോകാനാണ്, ടാറ്റ പറയാണ് ഗൈസ്. പോകണം എന്നാണ് പറയുന്നത്. കാട്ടിനുള്ളിൽ 2 ചക്കയുണ്ട് ചേട്ടാ, അങ്ങോട്ടൊന്ന് തിരിച്ച്. ആരും ഇട്ടോണ്ട് പോകരുത്, അച്ഛൻ നോക്കി വെച്ചിരിക്കുക.